നമസ്കാരം, എല്ലാവർക്കും ട്രാവലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ ടീ ഫാക്ടറി, നമ്മുടെ ഓൾഡ് ടീ ഫാക്ടറിയൊക്കെ വരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവിടെ അതുമാത്രമല്ല, നമ്മുടെ ഈഗിൾ ഡെയർ ഊട്ടി, അവിടെ അവരുടെ റൈഡ്സ് ഉണ്ട്, അവരുടെ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഒരു വലിയൊരു പ്രോപ്പർട്ടി തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വഴി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഊട്ടിയിൽ വന്നാൽ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഊട്ടി ടീ ഫാക്ടറി. ഇത് വേണ്ടെങ്കിൽ നമുക്ക് ടീ ബാഗ്സ് ഉണ്ട്. ഇത് പ്ലെയിൻ ഗ്രീൻ ടീ 100 പാക്കറ്റ് 400 രൂപയിൽ വരും. ഇത് ഗ്രീൻ ടീയിലെ ഹണി ലെമൺ എല്ലാം മിക്സ് ആയിട്ട് വരും. ഇത് 500 രൂപ. ഇത് എത്ര റേറ്റ്? അത് 220 മുറിയൊക്കെ തുടച്ചാൽ നീച്ചൊക്കെ ഒതുക്കി വരാൻ മൈഗ്രെയിൻ ഇടയ്ക്ക് ഇത് സൈനസ്, ഇത് ഇച്ചിങ് ഇൻഫെക്ഷൻ, റാസസ് അതൊക്കെ. ഇത് പുതിയ മുടി കളറാണ്, മുടി അറുക്കുന്നത്. ആക്നി, മാർക്ക്, പിഗ്മെന്റേഷൻ, പിമ്പിൾസ്, നെക്ക് ബ്ലാക്ക് ക്ലിയർ ചെയ്യും. ഇത് ഡേ ക്രീം, ഫെയർ ആൻഡ് ലവ്ലി. ഇത് ബോഡി ആൻഡ് ബോഡി മോയ്സ്ചറൈസർ, മസാജ് ഓയിൽ. അങ്ങനെ ഞാൻ സാമ്പിൾ ചോക്ലേറ്റും കഴിച്ച് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് ഇനി പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. Marathi mark Jaipur. This all 8 varieties. This one box 700 rupees. Small packet. ഇപ്പോൾ ടീ ഫാക്ടറി, അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി, ഇത് രണ്ടാണ് നമ്മൾ കണ്ടത്. ഇത് പഴയ ടീ ഫാക്ടറിയാണ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിൽ നമുക്ക് കാണുന്ന ടീ ഫാക്ടറിയാണ്. ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഇവരുടെ ചോക്ലേറ്റും നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ടീസ്, പിന്നെ അതുപോലെ തന്നെ കുറേ ക്രീംസ്, അല്ല സ്പൈസസ് അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വരുമ്പോൾ ഈ ടീ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആ പഴയ ഒരു ടീ ഫാക്ടറിയിലേക്ക് ഒന്നുകൂടി വിസിറ്റ് ചെയ്യുക. അപ്പോൾ അറിയാം അതിൻ്റെ ഒരു മാറ്റം എത്രത്തോളം ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ നടക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഇവരുടെ അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ടുള്ള ഈഗിൾ ഡെയർ ഊട്ടി ആക്ടിവിറ്റീസ്, ഗെയിംസ് ഒക്കെ ഉള്ള ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്.
ഞാനിപ്പോൾ ഉള്ളത് ഈഗിൾ ഡെയർ ഊട്ടിയിലാണ്. ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്, നല്ല നല്ല കുട്ടികൾ ഫാമിലിയായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് ആക്ടിവിറ്റീസ്, കുറച്ച് നല്ല നല്ല ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് പറ്റിയ. അപ്പോൾ നേരത്തെ ഞാൻ ആദ്യം വന്നത് ഊട്ടി നമ്മുടെ പഴയ ടീ ഫാക്ടറികളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ തൊട്ട് താഴെയാണ് ഇവരുടെ ഈ ഒരു ഈഗിൾ ഡെയർ ഊട്ടി ഉള്ളത്. നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം, അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് കയറിയ പാടുന്ന ഇവിടെ വെയിറ്റിംഗ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇത്രയും റൈഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓൾമോസ്റ്റ് 6, 9, 12 റൈഡ്സ് ഉണ്ട് ഇവിടെ. അതിൽ സിപ്പ് ലൈൻ ഉണ്ട്, അതിങ്ങനെ ഓരോരോ കുട്ടികൾക്കും അതുപോലെ പറ്റിയ കുറേ റൈഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഓരോ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാതെ നമുക്ക് കോംബോ പാക്ക് വരുന്നുണ്ട് ഓരോന്നിനും. അതായത് കോംബോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഇതിന്ന് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ലൊരു വ്യൂവിലാണ്. കാരണം ഇവിടെ വാൾ ക്യാമ്പിംഗ് ഈ കാണാം. ഇവിടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വരുന്ന റോപ്പുകളിലൂടെയാണ് സ്കൈ ബ്രിഡ്ജും അതുപോലെ തന്നെ സിപ്പ് ലൈനൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അതായത് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് ഇവിടുത്തെ അത്ര ആക്ടിവിറ്റീസ് നമുക്കിവിടെ കാണാം. അതുപോലെ ട്യൂബ് സ്ലൈഡ്, കുട്ടികൾക്കുള്ള ട്യൂബ് സ്ലൈഡ്, ആ ഒരു ഏരിയ ആണ്. നമ്മളങ്ങനെ എത്തിയിട്ടില്ല, നമ്മളങ്ങോട്ട് പോകും. അതുപോലെ ഇവിടെയാണ് കുട്ടികൾ കളിക്കുന്ന ഗെയിമിംഗ് ഏരിയ, കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ള. ഇവിടെ മോള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 1 ഡേ ഫാമിലിയായിട്ട് ഊട്ടിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇവരുടെ ഒരു കോംബോ പാക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഈ ഒരു ചൂട് ക്ലൈമറ്റിൽ, ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഫാമിലീസ്, കുട്ടികളെല്ലാവരും വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെയുള്ള ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുത്തു തരും ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ. രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മളിപ്പോൾ സിപ്പ് ലൈനിലാണെങ്കിലും ശരി, സ്കൈ ബ്രിഡ്ജിലാണെങ്കിലും ശരി, അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്ത, ചെറുതായിട്ടുള്ളൊരു കോട മഞ്ഞൊക്കെ വീണിട്ടുള്ളൊരു സമയമാണ്. ഈവനിങ് ഭയങ്കര
മാക്സിമം നമ്മളിവിടെ വരികയാണെങ്കിൽ ഫുൾ പാക്കേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും നമുക്ക് കുറച്ചുകൂടി ലാഭമാണത് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇത് കൂടുതൽ നല്ലത്. ആർക്കും ഇത് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഏതാ ഇഷ്ടമായത്? അതിൻ്റെ പേരെന്താ? ജമ്പിങ് ആണോ? കുറേ ജമ്പ് ചെയ്തോ? അതിനൊക്കെ സൂപ്പറാ. നമുക്ക് പോവാന്നാ അതവിടെ കളിക്കുക. അത് മൊത്തം എന്താ ചെയ്യേണ്ടത്? ഗെയിമിംഗ് സെൻറ്ററിലാണ്. എൻ്റെ ലെഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം വാൾ ക്യാമ്പ് ക്ലൈംബിങ്. അവിടെ തുടങ്ങി സിപ്പ് ലൈൻ, അതേപോലെ തന്നെ സ്കൈ ബ്രിഡ്ജ്, പിന്നെ ട്യൂബ് സ്ലൈഡ്, അങ്ങനെ ഒരു 10-12 ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അതിലൊക്കെ ഓൾമോസ്റ്റ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ടുള്ള പാക്കേജ് അത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലാഭമായിരിക്കും. മറ്റേ ഓരോന്നായി കയറുമ്പോൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഫാമിലിയെ വന്ന് എൻജോയ് ചെയ്യുക. ഊട്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈഗിൾ ഡേയുടെ തന്നെ അവരുടെ സൺസെറ്റ് വ്യൂ ക്യാമ്പിലാണുള്ളത്. ശരിക്കും ഒരു 1 ഡേ ഫുള്ളായിട്ട് നമുക്ക് ഊട്ടിയിൽ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ മോർണിംഗ് ഇവരുടെ ഈ ഒരു ക്യാമ്പിൽ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ടീ ഫാക്ടറി പോയി ഇവിടുത്തെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നൈറ്റ് അവിടെ കിടന്ന് നമുക്ക് ക്യാമ്പിങ്ങൊക്കെ ചെയ്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമുക്ക് ഇവിടുന്ന് വിട്ടു പോവാം. അപ്പോൾ ഇവിടെ ടെൻറ്റിങ് കൊണ്ട് നമുക്കിവിടെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എല്ലാം ഈ ഒരു പ്ലോട്ടിൽ തന്നെ ഉള്ളത്. നമുക്കൊന്ന് പോയി നോക്കാം. और रूफिंग लगा था। ഇത് കംപ്ലീറ്റ് ടെൻ്റാണ്. കണ്ടാലറിയാം. പല എണ്ണത്തിന് ആളുകൾ വരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 പേർക്ക് കിടക്കാൻ പറ്റിയ ടെൻ്റാണ് വരുന്നത്. അതുപോലെ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതും അതുപോലെ 2 പേർക്ക് കിടക്കാൻ പറ്റിയ ടെൻ്റാണ്. അതുപോലെ ഇവിടെ തലയണ ഉണ്ട്. അതുപോലെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് 3 പേർക്ക് പറ്റിയ ടെൻ്റാണ്. 3 പേർക്ക് കൂടെ കിടക്കാം. അതുപോലെ അവർക്കുള്ള അതായത് ബ്ലാങ്കറ്റ്, ബെഡെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂഫിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും പ്രശ്നം വരുന്നില്ല. റൂഫിങ്ങിൻ്റെ അടിയിലായിട്ടാണ് ഇവർ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതുപോലെ തന്നെ എല്ലാവർക്കും സംശയമാണ് ടോയ്ലറ്റിൻ്റെ സൗകര്യം എന്താണ്. ടോയ്ലറ്റ് ഇവിടെ അല്ലേ? ഇതല്ലേ ടോയ്ലറ്റ്? ഈ കാണുന്നതാണ് ടോയ്ലറ്റ്. നമുക്ക് ബാത്റൂം സൗകര്യം ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ടെൻറ്റ് കെട്ടിയിട്ടുള്ളവർക്ക് നമുക്കിവിടെ 2 ബാത്റൂമുണ്ട്. അതുപോലെ ഒരു വാഷ് ബേസ് ഉണ്ട്. ബാത്റൂം നമുക്കൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാത്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ഷവർ റൂമുണ്ട്. നമുക്ക് ചൂട് വെള്ളം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. സേഫ്റ്റിയുമാണ്. വലിയ പ്രധാന ഒരു ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല. പിന്നെ ഇവർ ഇവിടെ 24 hours ഇവിടെ വാച്ച്മാന് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാം. ഫുഡ് നൈറ്റൊക്കെ വന്നിട്ട് എല്ലാവർക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്നിട്ട് നമുക്കിവിടെ ഫുഡൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് പാകം ചെയ്യാം, ഒക്കെ ചെയ്യാം. അതിനുള്ള ഒരു സ്പേസാണ്. പിന്നെ എല്ലാത്തിനും ഉപരി ഈ ഒരു വ്യൂ, ഈ കാണുന്ന വ്യൂ ആണ്. എൻ്റെ ഊട്ടി സിറ്റി മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാം. അത്രയും രസമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനിലേക്കാണ്. ആ ടെൻറ്റിൻ്റെ അടുത്തൊരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ കിടക്കാവുന്ന തരത്തിലുള്ള ടെൻറ്റുകളാണ് ഇവിടെ ഒരു റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5 പേർക്കെങ്കിലും നമുക്കിവിടെ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വിളിക്കാനുള്ള എമർജൻസി കോൺടാക്ട്സ് നമ്പേഴ്സൊക്കെ ഇവിടെ ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇത്രയും ടെൻറ്റുകളുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബിഗ് ടെൻ്റാണ്. ഇവിടെ ഏകദേശം ഒരു 30 പേർക്കോളം നമുക്കിവിടെ ടെൻ്റ് അടിച്ചിരിക്കാം. അത്രയും ആളുകൾ നമ്മൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓൾറെഡി ഒരു ടീം ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഊട്ടിയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 ഡേ ഫുള്ളായിട്ട് ഇവിടെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ടെൻ്റ് അടിച്ചിട്ടും അതുപോലെ ഗെയിമിങ്ങും പിന്നെ ടീ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടും. ഇവിടെ തൊട്ടടുത്ത് തന്നെ നിയറസ്റ്റ് ഒരു 4-5 കിലോമീറ്ററിൽ ഒരുപാട് ഊട്ടിയിലെ ഫേമസ് പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ഒരു 1 ഡേ മൊത്തം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വ്യത്യസ്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഊട്ടിയിൽ. സാധാരണ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോം സ്റ്റേ യൂസ് ചെയ്യാറുണ്ട്, ഹോട്ടൽസ് യൂസ് ചെയ്യാറുണ്ട്, റിസോർട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു ടെൻറ്റിങ് എക്സ്പീരിയൻസ് ഒരു കിടലുണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഫുൾ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ബുക്കിംഗ് ആണ് ഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഫുൾ വീഡിയോ ഞാൻ അടുത്തൊരു ടൈം വരുമ്പോൾ ഇവിടെ ഫുൾ താമസിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഇവിടെ എന്ത് കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് 100% വെർത്താണ്. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്പേഴ്സും ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ബുക്ക് ചെയ്യാം. ഇതിൻ്റെ 1800 റുപ്പീസാണ് പെർ ഹെഡ് ഇവർ ഈടാക്കുന്നത്. അതിൽ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 10 മണി വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അതിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താണ്, അപ്പോൾ എല്ലാവരും വരല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.